+1 കൊമേഴ്സ് ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യമാണ്. പബ്ലിക് എക്സാമിന് നമ്മൾ എന്താ പറയുക, ഏറ്റവും കൂടുതൽ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് നമ്മുടെ ചാപ്റ്റർ 7 കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഇതാ ഈ പറയുന്ന ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എക്സാമിന് ഉറപ്പായിട്ടും 5 മാർക്കിന്റെ സെക്ഷനിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് ഈ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. യെസ്, അപ്പം എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഈ ഒരു പോർഷൻ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അപ്പോൾ ഈ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്താണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ഈ ഒരു പോർഷനിൽ നിന്ന് വരിക, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യെസ്, അപ്പോൾ ഇനി ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷൻ നമ്മൾ ഓൾറെഡി ലൈവ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാംസ് ഒക്കെ വെച്ച് നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ട് നിങ്ങളുടെ എക്സാമിന് മുന്നേ ആയിട്ട് ഈ ഒരു പോർഷനിൽ നിന്ന് ഇന്ന കാര്യങ്ങൾ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമ്മുടെ ഈ ഒരു കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. യെസ്, അപ്പോൾ നോക്കിക്കേ, എന്താണ് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ? ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ് എന്തെന്ന് പറയുക, ഐട്രേഷൻ അഥവാ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുക. നമ്മളൊരു ഇൻസ്റ്റാ റീലോ അല്ലെങ്കിൽ ഒരു ഷോർട്സോ ഒക്കെ കാണുന്ന സമയത്ത് ചില റീലുകൾ നമ്മളിങ്ങനെ കുറേ തവണ കാണും അല്ലേ. ഒരു റീല് തന്നെ നമ്മൾ ഒരു 5 or 6 തവണ കണ്ടതിന് ശേഷമായിരിക്കും അത് സ്കിപ്പ് ചെയ്ത് വിടുന്നത്. ചില റീൽസിന്റെ പ്രത്യേകത അതിന്റെ എൻഡിങ്ങും സ്റ്റാർട്ടിങ്ങും ഒരുപോലെ ആയിരിക്കും. സോ നമുക്ക് മനസ്സിലാവത്തില്ല ഈ റീൽ എൻഡ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത്. അപ്പം നമ്മളൊരു 3 or 4 ടൈംസ് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇതെന്താ തീരാത്തെ എന്നുള്ളൊരു സാധനം കിട്ടിക്കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക, ഓക്കെ ഇതൊരു ലൂപ്പ് ആയിരുന്നു എന്നുള്ള സാധനം അല്ലേ. അതല്ലാന്നുണ്ടെങ്കിൽ ചില വീഡിയോസ് നമുക്ക് ഒന്നിൽ കൂടുതൽ തവണ കാണാൻ വേണ്ടിയിട്ട് തോന്നും. യെസ്, ഇത് നല്ല രസമുണ്ട്, അല്ലെങ്കിൽ ഇത് നല്ല കോമഡി വീഡിയോ ആണ്, നല്ല പാട്ടാണ്, അങ്ങനെയൊക്കെ തോന്നുന്ന സാധനം നമ്മൾ 2 or 3 തവണ കാണും. ഇവിടെയൊക്കെ എന്താ സംഭവിക്കുക? അപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ പറഞ്ഞെടുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായില്ല ഇതൊരു ലൂപ്പ് ആണെന്നുള്ള സാധനം നമുക്ക് മനസ്സിലായില്ല. എപ്പോഴാണോ ആ ഒരു ലൂപ്പ് ആണെന്നുള്ള സാധനം നമുക്ക് മനസ്സിലാവുന്നത് അവിടെ നമ്മൾ അത് സ്കിപ്പ് ചെയ്തിട്ട് പോകും. അതുപോലെ രണ്ടാമത്തെ കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. ഈ ഒരു വീഡിയോ നല്ല രസമുണ്ട്, ഇതിന്റെ പാട്ട് കേൾക്കാൻ നല്ല രസമുണ്ട്, അപ്പൊ നമ്മളതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അവിടെ എന്താണ്, എപ്പോഴാണോ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അവിടെ നമ്മളത് സ്കിപ്പ് ചെയ്യും അല്ലെ. അപ്പൊ ഇവിടെ രണ്ടിടത്തും നമ്മൾ കോമൺ ആയിട്ട് കണ്ടൊരു കാര്യമാണ് ഒരു കണ്ടീഷൻ. ഇപ്പോൾ സാറ്റിസ്ഫാക്ഷന്റെ കേസിലാണെങ്കിൽ ആ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന സാധനമാണ് അവിടുത്തെ കണ്ടീഷൻ വരിക. എപ്പോഴാണോ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്, എപ്പോഴാണോ ആ ഒരു കണ്ടീഷൻ മെറ്റ് ചെയ്യുന്നത്, അവിടെ നമ്മൾ അതിനെ സ്കിപ്പ് ചെയ്യുക. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് വർക്ക് ചെയ്യുന്നത്. എന്താണ്, ഒരു കണ്ടീഷൻ കൊടുക്കുന്നു, ആ ഒരു കണ്ടീഷൻ മെറ്റ് ചെയ്യുന്നത് വരെ, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, എപ്പോഴാണോ ആ ഒരു കണ്ടീഷൻ ഫോൾസ് ആവുന്നത് അവിടെ വരെ ബോഡി ഓഫ് ദ ലൂപ്പ് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ടഡ് ആവുന്ന സ്റ്റേറ്റ്മെന്റ്സിനെയാണ് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് 3 ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഉള്ളത്. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ഇതിന്റെ 3ന്റെയും സിന്റാക്സ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. 3ന്റെയും സിന്റാക്സ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സാധനമാണ് ഇതിന്റെ കമ്പോണൻസ്. ഓക്കെ, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിന് മെയിൻ ആയിട്ടും 4 കമ്പോണൻസ് ആണുള്ളത്. എന്തൊക്കെയാണ് ആ കമ്പോണൻസ്? ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് എക്സ്പ്രഷൻ, ലൂപ്പ് ബോഡി. ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, നമ്മൾ ഒരു ഇനീഷ്യൽ വാല്യൂ ഒരു വേരിയബിളിന് കൊടുക്കുന്നു, അതിനെയാണ് നമ്മൾ ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ എനിക്കിവിടെ കൊടുക്കേണ്ട വാല്യൂ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഉള്ളിലേക്ക് ഒരു ഇനീഷ്യൽ വാല്യൂ കൊടുക്കുക. എന്താ ഈ ഇനീഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പം ആ ഒരു കണ്ടീഷൻ മെറ്റ് ചെയ്യുന്നിടം വരെ ലൂപ്പ് ബോഡി കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ആ ഒരു എന്താ പറയുക, കണ്ടീഷൻ മെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, നമ്മുടെ ആ ഒരു വേരിയബിളിന് ഒരു ഇനീഷ്യൽ വാല്യൂ, ഒരു ഫസ്റ്റ് വാല്യൂ നമുക്ക് കൊടുക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറയുന്നത് 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യണം, ഇതാണ് നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ എന്ന് വിചാരിച്ചോ. അപ്പം ഈ ഒരു 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിനകത്തെ ഫസ്റ്റ് നമ്പർ എന്താണോ ആ ഫസ്റ്റ് നമ്പർ നമ്മൾ ആദ്യം എന്തായിട്ട് കൊടുക്കണം, ഇനീഷ്യൽ വാല്യൂ ആയിട്ട് കൊടുക്കണം. ആ ഒരു ഇനീഷ്യൽ വാല്യൂ കൊടുക്കുന്ന സ്ഥലമാണ് ഈ ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഉദ്ദേശിക്കുക. അപ്പൊ അവിടെ ആയിരിക്കും നമ്മൾ ആ വേരിയബിളിന്റെ ഉള്ളിലേക്ക് ഇന്റ് x = 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടാവുക.
ക്ലിയർ അല്ലേ? അപ്പം ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? ദെൻ വരുന്ന ആളാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ. ആരാ ടെസ്റ്റ് എക്സ്പ്രഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കണ്ടീഷൻ. ഇപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ, നിങ്ങളോട് 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ നിങ്ങൾ കണ്ടീഷൻ ആയിട്ട് എന്ത് കൊടുക്കണം? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് നമുക്ക് കൊടുക്കാം. 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലേ? യെസ്. അപ്പം ആദ്യത്തെ 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. ആദ്യത്തെ 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാ? 1 2 3 4 5 ഇതുവരെയാണ് വരിക. അപ്പൊ 5ൽ താഴെയോ വരുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണ് കണ്ടീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ആദ്യം 1 ഡിസ്പ്ലേ ചെയ്യും, പിന്നെ 2 ഡിസ്പ്ലേ ചെയ്യും, 3 ഡിസ്പ്ലേ ചെയ്യും, 4 ഡിസ്പ്ലേ ചെയ്യും, 5 ഡിസ്പ്ലേ ചെയ്യും. 6ലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ആകും. കാരണം 6 അവിടെ എക്സിക്യൂട്ടഡ് ആവത്തില്ല. കാരണം എന്താ? കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞിരിക്കുകയാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. 6 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 5 ആയതുകൊണ്ട് അവിടെ ആ ഒരു എക്സിക്യൂഷൻ നടക്കത്തില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന ആളാണ് അപ്ഡേറ്റ് എക്സ്പ്രഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് 1 2 3 4 5 6 ഈ ഒരു രീതിയിൽ കിട്ടും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ 1 കഴിഞ്ഞിട്ട് 2 വരണം എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ഇവിടെ ഇനീഷ്യൽ ആയിട്ട് നമ്മൾ എക്സിന് കൊടുത്തിരിക്കുന്ന ഈ 1 എന്ന് പറയുന്ന വാല്യൂ 2 ആകണം. അതിനെ 2 ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് അപ്ഡേറ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എനിക്ക് 1 ആണ് ആഡ് ചെയ്ത് പോവണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇൻക്രിമെന്റ് വാല്യൂ കൊടുക്കും. നമുക്ക് എങ്ങനെ കൊടുക്കാം? എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എക്സ് പ്ലസ് പ്ലസ് എന്ന് നമുക്ക് കൊടുക്കാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻക്രിമെന്റ് വാല്യൂ കൊടുക്കുക. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? ഇപ്പം ആദ്യം എക്സിന്റെ വാല്യൂ 1 ഡിസ്പ്ലേ ചെയ്യും, അതിനുശേഷം ഇവിടെ വന്ന് ഇൻക്രിമെന്റ് സംഭവിക്കുന്നു. ഇൻക്രിമെന്റ് സംഭവിച്ച സാധനം ഇവിടെ വന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇതാണ് എന്തെന്ന് പറയുക? അപ്ഡേറ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വരുന്നതാണ് നമ്മുടെ ലൂപ്പ് ബോഡി. ലൂപ്പ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എന്താണോ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് അതാണ് ലൂപ്പ് ബോഡി എന്ന് പറയുക. ഇപ്പം എപ്പോഴും നമുക്ക് ലൂപ്പ് ബോഡി നമ്മൾ എങ്ങനെയായിരിക്കും എഴുതുക? സി ഔട്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ നമ്മുടെ ലൂപ്പ് ബോഡി കൊടുക്കുന്നുണ്ടാവുക. ലൂപ്പ് ബോഡിയാണ് എക്സിക്യൂട്ട് ചെയ്ത് വരുന്ന സാധനം. നമ്മളിതാ ഈ ഒരു എക്സിക്യൂഷൻ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു സാധനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ലൂപ്പ് ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ 3 സ്റ്റേറ്റ്മെന്റ്സിനകത്തെയും 3 ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിനകത്തെയും ഈ ഓരോ കമ്പോണൻസിനെ നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് ഇതിന്റെ സിൻടാക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ വരുന്നതാണ് വൈൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ വൈൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വൈലിന്റെ സിൻടാക്സ് എങ്ങനെയാ വരുന്നത് നോക്കിക്കേ. ആദ്യം ഇനീഷ്യലൈസേഷൻ വന്നു, വേരിയബിളിന് ഇനീഷ്യൽ വാല്യൂ നമ്മൾ കൊടുത്തു. നെക്സ്റ്റ് വരുന്നത് വൈൽ ടെസ്റ്റ് എക്സ്പ്രഷൻ. അതിനുശേഷം വൈൽ എന്ന് എഴുതുന്നു, കണ്ടീഷൻ മെൻഷൻ ചെയ്യുന്നു, ദെൻ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ബോഡി ഓഫ് ദ ലൂപ്പ് മെൻഷൻ ചെയ്യുന്നു. ഓക്കെ, ബോഡി ഓഫ് ദ ലൂപ്പ് എന്താണ്? സി ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ന സാധനമാണ് എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടത്. സി ഔട്ട് എക്സ്. ഇതിന്റെ അർത്ഥം എന്താ? എക്സ് എന്ന് പറയുന്ന വേരിയബിളിന്റെ ഉള്ളിൽ എന്ത് വാല്യൂ ആണോ ഇപ്പൊ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതെനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് ഇവിടെ വരുന്ന മീനിങ്. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലായിരുന്നു. ഇപ്പം കോൺസിക്യൂട്ടീവ് 5 നമ്പേഴ്സിന്റെ കേസ് പറഞ്ഞപ്പം എക്സ് ഈക്വൽ ടു 1 കൊടുത്തു, അപ്ഡേറ്റ് എക്സ്പ്രഷൻ ആയിട്ട് എക്സ് പ്ലസ് 1 കൊടുത്തു, അതിനുശേഷം കണ്ടീഷൻ ആയിട്ട് നമ്മൾ എന്താ കൊടുത്തത്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് കൊടുത്തു. അപ്പോൾ എന്നിട്ട് നമ്മൾ പറയുകയാണ് സി ഔട്ട് എക്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താ ചെയ്യുക? എക്സിന്റെ വാല്യൂ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. എപ്പോൾ വരെ? കണ്ടീഷൻ മെറ്റ് ചെയ്യുന്നിടം വരെ, അല്ലെങ്കിൽ കണ്ടീഷൻ ഫോൾസ് ആവുന്നിടം വരെ. ക്ലിയർ അല്ലേ? ദെൻ അപ്ഡേഷൻ ഓഫ് ദി ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആണ് നമ്മൾ പിന്നെ കൊടുക്കുക. അപ്പം വൈൽ സ്റ്റേറ്റ്മെന്റിന് ആദ്യം ഇനീഷ്യലൈസേഷൻ കൊടുക്കുന്നു, അതിനുശേഷം വൈൽ എന്ന് എഴുതിയതിനു ശേഷം കണ്ടീഷൻ കൊടുക്കുന്നു, കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിലേക്ക് ലൂപ്പ് ബോഡി ആഡ് ചെയ്യുന്നു, ദെൻ അതിനുശേഷം അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. ഇതാണ് ഒരു വൈൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുക. ദെൻ വരുന്നതാണ് ഫോർ സ്റ്റേറ്റ്മെന്റ്. ഫോർ സ്റ്റേറ്റ്മെന്റ് ആണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഫോർ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് വരിക നോക്കിക്കേ. 4 കൊടുക്കുന്നു, ഇനീഷ്യലൈസേഷൻ കൊടുക്കുക, അതിനുശേഷം ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കുക, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക, കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബോഡി ഓഫ് ദ ലൂപ്പ് കൊടുക്കുക. ഇതാണ് 4 സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന കോൺസിക്യൂട്ടീവ് 5 നമ്പേഴ്സിന്റെ കേസ് ഇവിടെ നോക്കിക്കേ. 4 ഇനീഷ്യലൈസേഷൻ ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തു, ഇൻറ്റ് എക്സ് ഈക്വൽ ടു 1. ടെസ്റ്റ് എക്സ്പ്രഷൻ എന്തായിരുന്നു?
എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? എക്സ് പ്ലസ് പ്ലസ് എന്ന് ഞാൻ കൊടുത്തു. യെസ്, ഇതിന് ശേഷം എന്ത് ചെയ്തു? കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ബോഡി ഓഫ് ദ ലൂപ്പ് സി ഔട്ട് എക്സ്. ഓക്കെ, ഇനി എന്താ സംഭവിക്കുക? നമ്മുടെ കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് കിട്ടിക്കൊണ്ടിരിക്കും? എക്സിന്റെ വാല്യൂ എന്താണോ അത് കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ആദ്യം എക്സിന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 ഇവിടെ വന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? യെസ്. അപ്പോൾ 1 എക്സിക്യൂട്ടഡ് ആയി. ഇനി 1 എന്ത് ചെയ്യും? 1 അപ്ഡേഷനിൽ വന്നിട്ട് അപ്ഡേറ്റ് ആകും. എക്സ് പ്ലസ് പ്ലസ്, അതായത് ഇൻക്രിമെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്, ഒരു വാല്യൂ കൂടും അല്ലെ. ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. യെസ്, അപ്പൊ ഇൻക്രിമെന്റ് ചെയ്യും. എക്സിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 2 ആകും. 2 ഇവിടെ വന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? യെസ് ആണ്. അപ്പൊ 2 എക്സിക്യൂട്ടഡ് ആവും. പിന്നീട് 2 വീണ്ടും അപ്ഡേഷനിൽ ചെന്നിട്ട് 3 ആകും. 3 വന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ട്രൂ ആണ്. 3 എക്സിക്യൂട്ടഡ് ആവുന്നു. 3 അപ്ഡേഷനിൽ ചെന്ന് 4 ആകുന്നു. 4 വന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ട്രൂ ആണ്. 4 എക്സിക്യൂട്ടഡ് ആവും. 4 പിന്നീട് അപ്ഡേഷനിൽ ചെന്ന് 5 ആകുന്നു. 5 വന്ന് ഇവിടെ ചെക്ക് ചെയ്യുന്നു. 5ഉം എക്സിക്യൂട്ടഡ് ആവും. ദെൻ എന്ത് സംഭവിക്കും? 5 വന്ന് വീണ്ടും അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ട് 6 ആവുന്നു. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ഫോൾസ് ആണ്. എക്സിക്യൂട്ടഡ് ആവത്തില്ല. ഇവിടെ കൊണ്ട് എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യും. യെസ്, ഇതാണ് 4 സ്റ്റേറ്റ്മെന്റിന്റെ സിൻടാക്സ് വരിക. ദെൻ വരുന്ന സാധനമാണ് ഡു വൈൽ സ്റ്റേറ്റ്മെന്റ്. ഡു വൈലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഡു വൈൽ സ്റ്റേറ്റ്മെന്റിനകത്ത് എങ്ങനെയാണ് ഇതിന്റെ ഒരു കമ്പോണൻസിന്റെ ഇത് വരിക, അല്ലെങ്കിൽ ഇതിന്റെ സിൻടാക്സ് എങ്ങനെയാ വരിക നോക്കിക്കേ. ഫസ്റ്റിലെ ഇനീഷ്യലൈസേഷൻ കൊടുക്കുന്നു. അതിനുശേഷം ഡു, ദെൻ ബോഡി ഓഫ് ദ ലൂപ്പ് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം അപ്ഡേഷൻ കൊടുക്കുന്നു. ദെൻ കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം വൈൽ കണ്ടീഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കുന്നു. ഡു വൈൽ ലൂപ്പിന്റെ പ്രത്യേകത എന്താ മക്കളെ? നമുക്കറിയാം, ഡു വൈൽ ലൂപ്പിൽ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ടഡ് ആകും. കണ്ടീഷൻ ട്രൂ ആണെങ്കിലും ഫോൾസ് ആണെങ്കിലും അറ്റ്ലീസ്റ്റ് വൺസ് എന്ത് സംഭവിക്കും? എക്സിക്യൂഷൻ സംഭവിക്കും. ഫോർ ലൂപ്പും വൈൽ ലൂപ്പും വരുമ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഒരു തവണയാണെങ്കിൽ പോലും എക്സിക്യൂഷൻ നടക്കത്തുള്ളൂ. ഡു വൈൽ ലൂപ്പിന്റെ കേസിൽ വരുമ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താണ്? കണ്ടീഷൻ ട്രൂ ആകണം എന്നില്ല ഫസ്റ്റ് എക്സിക്യൂഷൻ നടക്കാൻ വേണ്ടിയിട്ട്. കണ്ടീഷൻ ട്രൂ ആണെങ്കിലും ഫോൾസ് ആണെങ്കിലും ഫസ്റ്റ് എക്സിക്യൂഷൻ നടക്കും. അതിനുശേഷമായിരിക്കും അപ്ഡേഷൻ സംഭവിക്കുന്നതും പിന്നീട് എന്ത് ചെയ്യുന്നത്? കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ ഡു വൈൽ ലൂപ്പിനെ നമ്മൾ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്നാണ് പറയുക. ആൻഡ് ഫോർ ലൂപ്പും വൈൽ ലൂപ്പും എൻട്രി കൺട്രോൾഡ് ലൂപ്പുകളാണ്. ഡു വൈൽ ലൂപ്പിനെ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയാൻ കാരണം എന്താണ്? ഒരു തവണയെങ്കിലും എന്ത് സംഭവിക്കും? ഈ പറയുന്ന ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ടഡ് ആവും. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുക. ഫോർ ലൂപ്പും വൈൽ ലൂപ്പും എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. കാരണം എന്താണ്? കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും അവിടെ എക്സിക്യൂഷൻ നടക്കത്തുള്ളൂ. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ആൻഡ് ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് തിങ് നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം തന്നിട്ട് ആ പ്രോഗ്രാമിനെ നമ്മളിപ്പോൾ നേരത്തെ ഇവിടെ ഈ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ കേസ് കണ്ടില്ലേ? അപ്പൊ അത് നിങ്ങൾക്ക് ഫോർ ലൂപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിനെ വൈൽ ലൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഡു വൈൽ ലൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ചോദിക്കാം. അപ്പം ആ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇതുപോലെ നിങ്ങൾക്കൊരു പ്രോഗ്രാം തന്നിട്ട് ഇതിനകത്തുള്ള ഓരോ കമ്പോണൻസിനെയും എടുത്തെഴുതാനായിട്ട് ചോദിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം. ഇൻറ്റ് എക്സ് ഈക്വൽ ടു 1 വൈൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ദെൻ ബോഡി ഓഫ് ദ ലൂപ്പിൽ സി ഔട്ട് എക്സ് പ്ലസ് പ്ലസ് കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇങ്ങനെ തന്നിട്ട് ഇതിനകത്തുള്ള ഓരോ സാധനങ്ങളുടെയും കമ്പോണൻസ് എന്താണ്? അപ്പം ഇൻറ്റ് എക്സ് ഈക്വൽ ടു 1 ഇനീഷ്യലൈസേഷൻ ആണ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയുന്നത് ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ്. അതുപോലെ സി ഔട്ട് എക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ബോഡി ഓഫ് ദ ലൂപ്പ് ആണ്. എക്സ് പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം. കമ്പോണൻസ് ഓഫ് ദ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു പോർഷനിൽ നിന്ന് വരാനായിട്ട് ചാൻസ് ഉള്ളത്. യെസ്. അപ്പോൾ ഈ ഒരു ലെവൽ
ലെവലിലായിരിക്കും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു ചാപ്റ്ററിനകത്ത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്, സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു പോർഷനാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു സാധനം പഠിച്ചിട്ടേ എക്സാമിന് പോകാവുള്ളൂ. 5 മാർക്കിന് കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിന്റെ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്കത് സോൾവ് ചെയ്യാൻ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ മക്കളെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.